ഇന്ന് നമുക്ക് പയറും മത്തങ്ങയും കൊണ്ട് ഒരു കറി ഉണ്ടാക്കിയാലോ? അതിനു വേണ്ടി 1/2 കപ്പ് പയർ 4 മണിക്കൂർ കുതിരാൻ വച്ച് അത് കുതിർന്നതിന് ശേഷം കുക്കറിലെടുത്ത് വേവിക്കാൻ വയ്ക്കാം. അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാം. ഇതൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ച മത്തങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. 3 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് നമുക്കത് വേവിക്കാം. 3 വിസിൽ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിന് വേണ്ടി കുറച്ച് തേങ്ങ, ചെറിയ ഉള്ളി, പച്ചമുളക്, ജീരകം, ഇച്ചിരി കറി ലീഫ്, വെളുത്തുള്ളി ഇത്രയും നമുക്ക് അരയ്ക്കാൻ വേണ്ടി എടുക്കാം. ഇതൊന്ന് പേസ്റ്റ് പരുവത്തിൽ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് ഈ വേവിച്ച പയറും മത്തങ്ങയും നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കി ഇത് അരച്ച ഈ പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തേച്ച് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് 1/4 സ്പൂൺ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. കറിയിലേക്ക് കടുക് പൊട്ടിച്ച് ഒഴിക്കാൻ വേണ്ടി ഒരു ചെറിയ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പാൻ ചൂടായ ഉടനെ ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. അതിലേക്ക് നമുക്ക് എണ്ണ ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു. ഇതൊന്ന് നമുക്ക് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കാം. ഈ കൂട്ട് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പയർ മത്തങ്ങ കറി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കറിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കറിയാണ്.